ആമയിഴഞ്ചാൻ തോട്ടിൽ തെരച്ചിൽ നടത്തിയ അഗ്നിശമന സേനാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നേരിട്ടെത്തി സേനാംഗങ്ങളെ അനുമോദിച്ചു. സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിൽ കൈമേയ് മറന്നാണ് അഗ്നിശമന സേന രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ മന്ത്രി എം.ബി. രാജേഷ് നേരിട്ടെത്തി അനുമോദിച്ചു. ദാരുണമായ സംഭവമാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ഉണ്ടായത്. ഹൃദയം കവരുന്ന പ്രവൃത്തികൾ നേരത്തെയും ഫയർഫോഴ്സ് സേന ഏറ്റെടുത്തിരുന്നതായും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ദുരന്തത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതിന്റെ മാറ്റം സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെയും ലോകമാകെയുള്ള മലയാളികളുടെയും ഹൃദയം കവർന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ബിഗ് സല്യൂട്ട്. ഈ ദുരന്തത്തിന്റെയും പാഠങ്ങൾ നാം ഉൾക്കൊള്ളുകയും സമാനമായ മാറ്റം തലസ്ഥാന നഗരിയിലും കേരളത്തിലാകെയും ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം പൂർണ്ണമല്ല. ഇനിയും ഒരുപാട് മാറാനുണ്ട്. വാക്കുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് അപകട സമയത്ത് ഫയർഫോഴ്സ് ചെയ്തതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇവിടുത്തെ തിരുവനന്തപുരത്തെ സംഭവത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞാലും ആ വാക്കുകൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കാര്യമാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.